Reading the Good evening. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. So, can we start our Good prayer? evening. Yeah, good evening. Can we start? Good evening, ma'am. Good evening. Is anybody is there to give prayer, please? ഞാൻ പാടാം. May my tongue speak words to ease pain. May my hand to do some good deeds for others' gain. May I think of words with a prayer for another. May I always remember to love everyone. There are no strangers in this very big world, but only friends whom we have not yet met. Let all these values may stay with us. May we strive to be the messenger of the Lord always. Okay, very good evening to all. And did I share with any signing method? ഈ പറഞ്ഞിരുന്നു അങ്ങനെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഒരു സൈൻ ഇൻ ചെയ്ത് വരണം എന്നൊക്കെ പ്രാക്ടീസ് ആയിട്ട് വരണം. നമുക്ക് എല്ലാവരുടെയും പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും 2 പേര് സൈൻ ഇൻ ചെയ്യണം, ആരെങ്കിലും 2 പേര് ക്ലാസ് കഴിയുമ്പോൾ സൈൻ ഔട്ട് ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ റേഡിയോ ജോക്കിയുടെ ഒക്കെ കേട്ടിട്ടില്ലേ? ദിസ് ഈസ് ആർ ജെ സുവാൻ സൈനിങ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഫൈൻ. സോ നമുക്ക് ശരിക്കും ക്ലാസ്സിൽ നമ്മളുടെ പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് സൈൻ ഇൻ ചെയ്യണം. പക്ഷെ നമുക്ക് 1 അവറിൽ ഇത്രയും പേര് സൈൻ ഇൻ ചെയ്യാനായിട്ട് നമുക്ക് ടൈം ഇല്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കുക. എനി ടു ആരെങ്കിലും 2 പേര് ഓരോ ദിവസവും റൊട്ടേറ്റ് ചെയ്യാം, മാറി മാറി പിറ്റേ ദിവസം വേറെ 2 പേര്, ആ രീതിയിൽ സൈൻ ഇൻ ചെയ്യുക. അതുപോലെ തന്നെ
ഇനീഷ്യലി സൈൻ ഇൻ ചെയ്തവരല്ലാത്ത ആരെങ്കിലും 2 പേര് ക്ലാസ് തീരുമ്പോൾ സൈൻ ഔട്ട് ചെയ്യാം. ഒരു 60 സെക്കൻഡ്സ്, അതായത് 1 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല, 30 സെക്കൻഡ്സ് ഒക്കെ ഇനഫ് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ആക്കണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ വീഡിയോ ഓൺ ചെയ്തിട്ട് പേര് പറയാ, സോ ആൻഡ് സോ സൈനിങ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടേതായ ഒരു റിഥത്തില് എന്തെങ്കിലും ഒരു സ്റ്റെപ്സ്, ഡാൻസിങ് സ്റ്റെപ്സ് ആണ് ഏറ്റവും നല്ലത്. ലൈക്ക് നിങ്ങൾക്ക് തിരുവാതിര കളിച്ചു വരാം, ഒപ്പന കളിച്ചു വരാം, മാർഗംകളി കളിച്ചിട്ട് വരാം, സൂംബ ചെയ്തു വരാം, ഭരതനാട്യം, മോഹിനിയാട്ടം, whatever dance step you know, you can use that. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോപ്രായം അത്ര തന്നെ. നമ്മുടെ ആ ഒരു ഇൻഹിബിഷൻ, നമ്മുടെ ഒരു ഷൈനസ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുട്ടികളുടെ മുമ്പില് നമ്മള് ഫുൾ ആക്ടിവിറ്റീസ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ഒരു ഗ്രേസ് വേണം. അപ്പൊ നമ്മൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ദാറ്റ് വിൽ ബി ബെറ്റർ. അതായത് പെട്ടെന്ന് കുട്ടികളുടെ കൂടെ ചെന്ന് അവർ ചിലപ്പോൾ പാട്ട് പാടും, ഡാൻസ്, നമ്മുടെ ബോഡി മൈൻഡനുസരിച്ച് ഒരു വ്രതത്തിൽ പോകണമെങ്കിൽ നമ്മളൊന്നും അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാ മാം നെക്സ്റ്റ് ക്ലാസ് മുതലേ ആയിക്കോട്ടെ മാം, ഞാൻ റെഡിയാ. ആണോ? ഓക്കെ, എനിക്കൊരു എണീറ്റു. നിങ്ങളെല്ലാരും റെഡി, പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ടിരിക്കണം. ആരെങ്കിലും 2 പേര് മുന്നോട്ട് വരാം. ഞാനായിട്ട് പേരൊന്നും വിളിക്കൊന്നുമില്ല. ആരെങ്കിലും 2 പേര് ചെയ്യുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. മാം ഞാനിപ്പോ ജോയിൻ ചെയ്തോളൂ മാം. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മാം. ഒന്നുമില്ല, നമ്മള് ക്ലാസ്സിലേക്ക് വന്നു കഴിയുന്നു. ഫസ്റ്റ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നു, ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞിട്ട് അതിനുശേഷം നമ്മള് പ്രെയർ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. ആഫ്റ്റർ ദ പ്രെയർ നമ്മളെല്ലാവരും സൈൻ ഇൻ ചെയ്യണം. നമുക്ക് ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യാന്ന് പറഞ്ഞപ്പോ RJസും VJസും ഒക്കെ സൈൻ ഇൻ ചെയ്താണ്. ഐ ആം സോ സൈനിങ് ഇൻ എന്ന് പറഞ്ഞിട്ട് അവരുടേതായ ഒരു ടോണിലും ഒരു വൃത്തത്തിലും ഒരു താളത്തിലൊക്കെ അവർ പറയുമല്ലോ, അതുപോലെ നമ്മളും സൈൻ ഇൻ ചെയ്യണം. അപ്പൊ അത് എല്ലാരെ കൊണ്ടും പറ്റില്ല, കാരണം 1 ഹവറിൽ എല്ലാവരും കൂടെ സൈൻ ചെയ്ത് കഴിയുമ്പോൾ 1 ഹവർ അങ്ങ് തീരും. അപ്പൊ ഒരു മിനിറ്റിന് താഴെ ടൈം മതി. ഏതെങ്കിലും ഒരു ഡാൻസിങ് സ്റ്റെപ്പോ എന്തെങ്കിലും, ഇപ്പം രമേശിനാവുമ്പോ വേറെ രമ്യുള്ളതുകൊണ്ട് കേട്ടോ ഫുൾ നെയിം പറഞ്ഞത്, ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റെപ്സ് എടുക്കാം, അല്ലെങ്കിൽ ഡാൻസ് അറിയാമെങ്കിൽ ഡാൻസിന്റെ സ്റ്റെപ്സ് എടുക്കാം, എനി ഡാൻസ് ഫോം. അപ്പൊ നിങ്ങൾ എന്ത് കാണിച്ചാലും ദാറ്റ് ഇസ് ഒരു യുണീക് വേയില് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈലില് സൈൻ ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു ഷൈനസ് ഒക്കെ, ഒരു നാണം, അങ്ങനെ അതെല്ലാം മാറും. ഈ ത്രൂ ഔട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ, എന്റെ ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെയും നിങ്ങൾ തന്നെ റിമൈൻഡ് ചെയ്ത് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ മാം, നല്ല കാര്യം. സൈൻ ഔട്ടും ചെയ്യണം. ലാസ്റ്റ് ക്ലാസ് തീരുമ്പോഴേക്കും ആരെങ്കിലും 2 പേര് സൈൻ ഔട്ട് ചെയ്യുക. അപ്പൊ സൈൻ ഇൻ ചെയ്തവര് തന്നെ സൈൻ ഔട്ട് ചെയ്യണ്ട. അപ്പൊ എല്ലാവർക്കും ആ ഒരു ചാൻസ് കിട്ടുവാണല്ലോ. അപ്പൊ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഫ്രണ്ടിലേക്ക് വരിക, സൈൻ ഔട്ട് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പോവുക. ആ രീതിയിലുള്ള സ്റ്റെപ്സ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂണിലാക്കാം പറയുന്നത്, സൈൻ ഇൻ ചെയ്യുന്നത്. നമ്മൾ ഈ VJസിന്റെയും RJസിന്റെയും അവരുടെ ഒരു ടോൺ നമ്മൾ കേട്ടിട്ടില്ലേ? രജനി ഹരിദാസ് ഒക്കെ സംസാരിക്കുന്നത്. എന്തോ ഒപ്പന പറ്റോ? ഒപ്പന, മാർഗംകളി, തിരുവാതിര, ഭരതനാട്യം, എന്തൊക്കെയുള്ള സൂംബ, എറോബിക്സ് ഒക്കെ ആകാം. കണ്ടംപററി ഡാൻസ്, കണ്ടംപററി ഡാൻസ്. എന്റെ മാം ഇങ്ങനത്തെ പ്രാക്ടിക്കലൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. കാരണം ഞങ്ങളും പഠിപ്പിക്കാനുള്ളതല്ലേ. അപ്പൊ ഞങ്ങളുടെ ആ ഷൈനസ് ഒന്ന് മാറുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താലേ. അതെ, ഞാനും ഇപ്പൊ 40 years കഴിഞ്ഞതാണ്. അപ്പം എനിക്കെന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസും ധൈര്യവും ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അതുപോലെ ആയിരിക്കണമല്ലോ, ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു മടിയും പേടിയും മാറ്റാൻ നല്ലതാണ് ഇങ്ങനെയൊക്കെ. നല്ല ഓഫ്ലൈനിൽ പറയുന്നുണ്ട്, ഓഫ്ലൈനില് ഇങ്ങനെയൊക്കെ അവര് ചെയ്യലുണ്ട് ഇത്രേ. എവിടെയാണ്? ഓഫ്ലൈനില്. ഈ ഓൺലൈനിൽ ആകുമ്പോഴേ നമ്മള് ചെയ്യുമ്പോ ബുദ്ധിമുട്ട്, ഓഫ്ലൈനിൽ ക്ലാസ്സിൽ തന്നെ ആവുമ്പോ അവര് ചെയ്യലുണ്ട് എന്ന് പറഞ്ഞു പറയാം മറ്റു കുട്ടികളൊക്കെ. അതെ, അതുപോലെ തന്നെ റോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ആക്ട് ചെയ്യാം. അപ്പൊ പിന്നെ അതൊക്കെ മാറിക്കിട്ടും. നമുക്ക് റോൾ പ്ലേ ചെയ്യാനായിട്ട് എല്ലാവരും ഓരോരോ സ്ഥലത്തായിരിക്കുന്നത്, ഒരുമിച്ചിരിക്കുന്ന ആരുമില്ല. അപ്പൊ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ 5 പേരുടെ ഗ്രൂപ്പ് ആക്കിയിട്ട് നന്നായിട്ട് റോൾ പ്ലേ ചെയ്യാം. പക്ഷെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ തന്നെ വായിക്കുന്നു, എല്ലാ ക്യാരക്ടറിനെ പറ്റി നമ്മൾ തന്നെ പറയുന്നു, ക്യാരക്ടറിന് നമ്മൾ തന്നെ സൗണ്ട് കൊടുക്കുന്നു. പക്ഷെ വോയിസ് മോഡുലേഷൻ മാറ്റി ചെയ്യാം. പിന്നെ വീട്ടിലുള്ള മെമ്പേഴ്സ് റെഡി ആണെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ചെയ്യാം.
നോ ഇഷ്യൂ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഓഫ്ലൈൻ ആവുമ്പോൾ അതൊരു വേറെ സ്റ്റൈൽ തന്നെയാണ്. പക്ഷെ അതൊന്നും ഒട്ടും കുറയരുത് എന്ന് വിചാരിച്ച് വിത്തിൻ ദ ലിമിറ്റ്സ് ഈ കാര്യങ്ങളൊന്ന് ചെയ്യിക്കുക. അപ്പൊ മടിക്കാതെ മുന്നോട്ട് വരിക. ഓക്കെ. റോൾ പ്ലേ ചെയ്യാൻ മക്കള് റെഡി തന്നെയാണ്. മക്കള് ആണോ? പിന്നെന്താ, ഒരു ദിവസം അങ്ങ് കാണിക്കൂ. റെഡിയാണ് ചെയ്യാന്. എനിക്കാണോ വോയിസ് ബ്രേക്ക് ആവുന്നത്, അതോ എല്ലാവർക്കും? ഓക്കെ. ഞാനൊരു തെറാപ്പി സെഷന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് അവര് ഞാൻ ചെയ്യുമ്പോ ഇങ്ങനെ ചെറിയൊരു നോക്കും. നമ്മക്ക് ആ ഒരു ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്. എന്തായാലും അവരുടെ സപ്പോർട്ടോട്. പേരെന്തായിരുന്നു? ഞാൻ സൈനു എന്ന് മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ടാ ചോദിച്ചേ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഷെരീഫ, പേര് ഷെരീഫ. ഓക്കെ ഫൈൻ. ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഞാനൊരു സർവേ, മിനി റിസർച്ച്. ഓക്കെ ഷെരീഫ, മ്യൂട്ട് ചെയ്തോളൂ. ഞാനൊന്ന് പറയണതൊന്ന് ശ്രദ്ധിച്ചോളേ. നിങ്ങളൊരു മിനി റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. ഒരു മിനി റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യനെയറിന്റെ മോഡൽ ഞാൻ തരാം. അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആഡ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 5 പാരന്റ്സിനെ അപ്രോച്ച് ചെയ്യുക. യു ഹാവ് ടു അപ്രോച്ച് 5 പാരന്റ്സ്. കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി പ്രീ സ്കൂളിലായിരിക്കണം. ആ ഒരു ഏജിലുള്ള കുട്ടിയുള്ള പാരന്റിനെ തന്നെ അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനെയർ അങ്ങോട്ട് കൊടുക്കുക. അവരത് ഫില്ല് ചെയ്യട്ടെ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതാം, ഇല്ലെങ്കിൽ XY എന്നോ AB എന്നോ എന്തെങ്കിലും അങ്ങനെ എഴുതാം. ഓക്കെ. നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കേണ്ടതാ, സബ്മിറ്റ് ചെയ്യേണ്ടതല്ല. പക്ഷെ ഇതൊരു മിനി പ്രോജക്റ്റ് പോലെ അല്ലെങ്കിൽ മിനി റിസർച്ച് പോലെ കയ്യിൽ വെക്കാം. അപ്പൊ അതിന് തന്നെ ഒരു ഫോമാറ്റ് ഒക്കെ ഉണ്ട്. ഫോമാറ്റ് ഒക്കെ ഞാൻ തരാം, ക്വസ്റ്റ്യൻസും ഞാൻ തരാം. എന്നിട്ട് നമ്മളുടെ അനാലിസിസും ഫൈൻഡിങ്സും ആണ്. ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒരു 35 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒമിറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ അത് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടീഷൻ പ്രീ സ്കൂളിൽ പഠിക്കുന്ന LKG UKGയിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഉണ്ടായിട്ടുള്ള പാരന്റ്സ് ആയിരിക്കണം എന്ന് മാത്രം. ഫസ്റ്റ് തന്നെ നെയിം ഓഫ് ദ ഗാർഡിയൻ അല്ലെങ്കിൽ നെയിം ഓഫ് പാരന്റ്സ്, നെയിം ഓഫ് ദ ചൈൽഡ്, ക്ലാസ് ഇൻ സ്റ്റഡി, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഈസ് എ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ? ഇതെല്ലാം പാരന്റ്സ് ആണ് ആൻസർ ടിക്ക് ചെയ്യേണ്ടത്. ഈസ് ദ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ? Is the child given enough playing toys? Are they permitted to play with neighbors' children? Do you take children with you on outings? How the children behave when others come to your house? അത് yes or no question അല്ല, അത് yes or no question ആക്കി മാറ്റിയിട്ട് ഞാൻ തരാം. Does the children use abusive words during conversation with friends or at home? Clear ആവുന്നുണ്ടോ ക്വസ്റ്റ്യൻസ്? യെസ് മാം. ക്ലിയർ ആണ്. Does the child have sharing mentality? Is the teacher's opinion good about child? Does the child makes quarrel with brothers and sisters? Is the child happy inside and outside the house? Is the teacher a trained one? Is the child given time for rest and entertainment at home? Was there a condition for school admission? Do the guardians or parents participate in the activities of school? ഗാർഡിയൻസ് ജനറലി കൊടുത്തത് ചില കുട്ടികളെ നാട്ടിലാക്കിയിട്ട് പാരന്റ്സ് പുറത്ത് അങ്ങനത്തെ കേസസ് ഉണ്ടാവുമല്ലോ. While taking decisions,
Child's interest and taste are considered. Question mark. Consider ചെയ്യാറുണ്ടോ? Does the teacher discuss about the behavior of the child? Do you encourage the good character of the child? Is the school using educational equipments to teach? In school, does the child participate in curriculum activity? Is the child being encouraged by giving presents, gifts, etc.? Is the school following a method that gives importance to creative activity? Does the child have a daily routine or timetable? Do you watch television with your child? Do you have a stick at home? Is there extra and additional curriculum activities in the school? Do they give home assignments, homework? Do you help in doing the homeworks? Do you scold the child? Do you beat or give physical punishment to the child? Do you compare the child with other children or siblings and speak to the child in comparison? Does the teacher or anybody from the school punish the child physically or mentally? Do you tell the teacher to give such punishments? Will you consider child's opinion, taste, and interest while taking decision about child's future? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇറവലന്റ് ആണ്, നോട്ട് ഇമ്പോർട്ടന്റ് അങ്ങനെ തോന്നുവാണെങ്കിൽ യു ക്യാൻ omit that question. You can add your own opinions as questions also. ഇത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ആകാം. നമ്മളൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ പാരന്റ്സിന് എന്താ പറയാ ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അവർ ഫില്ല് ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് 5 പാരന്റ്സ്, പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള 5 പാരന്റ്സ് നിങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഫില്ല് ചെയ്യാം. ഇത് ആരെയും കാണിക്കാനോ ഒന്നുമല്ല. നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഓക്കെ സിജി, ഇതൊരു സർവേ ആൻഡ് പ്രോജക്ട്, ഒരു മിനി റിസർച്ചിന്റെ ഒരു ക്വസ്റ്റ്യനെയർ ആണ്. ഈ ക്വസ്റ്റ്യനെയർ യെസ്. ഹലോ മാം, ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് PDF ഇടാൻ പറ്റുമോ ഒന്ന് അറിയാനായിട്ട് നന്നായിട്ട്? തീർച്ചയായിട്ടും. ഞാൻ ജസ്റ്റ് നിങ്ങൾ PDF ഇടുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സർവേ സർവേ ആൻഡ് പ്രോജക്ട് ബ്രാക്കറ്റ് മിനി റിസർച്ച് നേവി. എന്നിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് പേജ് ഒക്കെ അങ്ങനെ കൊടുക്കും. എന്നിട്ട് സബ്മിറ്റഡ് ബൈ ഞാൻ എന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും എന്തൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? പ്രിഫൈസ് എഴുതും. ആമുഖം അല്ലെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രിഫൈസ്. യു ഹാവ് ടു ഒരു കുഞ്ഞി പാരഗ്രാഫ് മതി, ഇത്രയുള്ളത് പാരഗ്രാഫ് മതി കേട്ടോ പ്രിഫൈസ്. ഒരു സാധാരണ ഒരു ഫയലാണ്, ഇങ്ങനെ ഒരു സ്ലൈഡ് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ ഉള്ളത്. നമുക്ക് ലൂസ് ഷീറ്റ്സ് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു ഫയൽ കണ്ടിട്ടില്ലേ? അതായാലും മതി. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫയൽ ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു ഫയൽ. ഇനി നിങ്ങൾക്ക് അതൊരു ബുക്കിൽ എഴുതാനാണ് താല്പര്യമെങ്കിൽ ബുക്കിൽ എഴുതിയാൽ മതി. കാരണം ഇത് സബ്മിറ്റ് ചെയ്യേണ്ടാത്തത് കൊണ്ട് സെപ്പറേറ്റ് ആക്കണം എന്നില്ല, ബുക്കായാലും മതി. സോ പ്രിഫൈസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് വരും. എന്തൊക്കെ എഴുതേണ്ടത്? ലാസ്റ്റ് ടൈം പാസസ് ദ മെത്തേഡ് ഫോർ അഡാപ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻ ഹോം ഇസ് ഡിഫറെന്റ്. ഓരോ 5 പാരന്റ്സിന്റെ നമ്മളെടുത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ രീതികളിലെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. മെത്തേഡ് ഓഫ് അഡാപ്റ്റിംഗ് ചൈൽഡ് കെയർ ചെയ്യുന്നതിൽ വീടുകളിൽ അതൊരു ഡിഫറെന്റ് രീതിയിലാണ്. ഇൻ ഓൾഡർ ഡേയ്സ് the method was different compared to nowadays. ഇപ്പോഴത്തെ കാലവും പണ്ടത്തെ കാലവും വെച്ച് നോക്കുമ്പോൾ ചൈൽഡ് കെയർ ഡിഫറെന്റ്, വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിഫറെന്റ് അക്കോർഡിംഗ് ടു ഈച്ച് പേഴ്സൺ ടു പേഴ്സൺ. അത് ഡിഫറെന്റ് അല്ലേ? ഞാൻ നോക്കുന്ന പോലെ ആയിരിക്കില്ല സൂര്യ നോക്കുന്നത്, ജെസ്സി നോക്കുന്നത്, നിഷ നോക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഒരു രീതികൾ ഉണ്ടാവും. ഇൻ ദിസ് സർവേ ഡിഫറെന്റ് ആസ്പെക്ട്സ് ആൻഡ് ഡിഫറെന്റ് വ്യൂസ് ക്യാൻ ബി സീൻ. അപ്പൊ ഈ സർവേയിൽ നമുക്ക് പല രീതിയിലുള്ള ആളുകളുടെ കാഴ്ചപ്പാട്, അവരുടെ ആസ്പെക്ട്, അവരുടെ വ്യൂസ് എല്ലാം കാണാനായിട്ട് പറ്റും. വിത്തിൻ സർട്ടൻ ലിമിറ്റേഷൻ ദി ചൈൽഡ് കുഡ് എൻജോയ് ഹിസ് ഓർ ഹെയർ ഫ്രീഡം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൾക്ക് 3 കുട്ടികളാണ്, 2 ബോയ്സും ഒരു പെൺകുട്ടി. മൂത്ത 2 കുട്ടികൾ ആ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു.
മോള് ഇപ്പൊ ഹൈസ്കൂളിലാണ്. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ എന്നെ പോയ സമയത്ത് അവള് പറഞ്ഞു, എന്തിനാ നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കുന്നേ, നമ്മൾ തീരുമാനിക്കണം. അങ്ങനെ പറഞ്ഞൊരു ടീമായിരുന്നു കേട്ടോ. പിന്നെ അവര് നല്ലപോലെ വഴക്ക് പറയണം, പറ്റി അടിക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു. ഒരു കാര്യത്തിലും നമ്മൾ കുട്ടികളുടെ ഇൻട്രസ്റ്റ് നോക്കുകയേ ചെയ്യരുത്, നമ്മളായിട്ട് തീരുമാനം എടുക്കണം. അവര് പൊട്ട തീരുമാനമായിരിക്കും എടുക്കാന്നൊക്കെയാണ് എന്നോട് അന്ന് പറഞ്ഞത് ഈ സർവേക്ക് പോയ സമയത്ത്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി പാരന്റ്സ് എല്ലാം ഒരുതരം ന്യൂട്രൽ, അവരുടെയും കൂടെ ഇൻട്രസ്റ്റ് നോക്കണം, അങ്ങനെ അവരെ പണിഷ് ചെയ്യരുത്, അങ്ങനെ പറഞ്ഞ ഒരു പാരന്റ്സ് ആയിരുന്നു ബാക്കി 4 പേര്. ഈ ഒരാൾ മാത്രം ഇങ്ങനെയായിരുന്നു. ഏറ്റവും രസം എന്ന് വെച്ചാൽ അവളുടെ പാരന്റ്സ് ആയിരുന്നു ഈ കുട്ടികളെല്ലാം നോക്കിയത് എന്നുള്ളതായിരുന്നു. മാം നമ്മളും ഇതുപോലെ തന്നെ സർവേ എടുക്കണോ? യെസ്, എടുക്കണം. ലൈക്ക് എത്രയാണ്? 5 പാരന്റ്സ്. 5 പാരന്റ്സ് മിനിമം. അതാണ് കാരണം നമുക്ക് 5 പ്രിന്റ് ഔട്ട്സ് വേണമല്ലോ, അത്രയും മതി. അതുകൊണ്ടാണ് ആ കോപ്പി മുഴുവൻ അവർക്ക് കൊടുക്കണമല്ലോ. നിങ്ങൾക്കിപ്പം പ്രിന്റ് ഔട്ട്സ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പാരന്റ്സിനുള്ളതല്ലേ സർവേ? അതെ അതെ, പാരന്റ്സിനുള്ളതാണ്. അവരാണ് ഫുൾ ഫില്ല് ചെയ്യേണ്ടത്, നമ്മളൊന്നും ചെയ്യണ്ട. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആ, ടിക്ക് ചെയ്താൽ മതി. യെസ് നോ യെസ് ടിക്ക് ചെയ്ത് പോയാ. ഓക്കെ മാം, ഇതിന് ടൈം ഡെഡ് ലൈൻ ഉണ്ടോ? ഞാൻ ഈ ഡെഡ് ലൈൻ വയ്ക്കുന്നില്ല, എത്രയും പെട്ടെന്ന്. 1 സെക്കൻഡ് മാം, എനിക്ക് കുറച്ച് ടൈം തരണം മാം. ഞാൻ സെപ്റ്റംബർ ഈ പിള്ളേർക്കിടെ എക്സാംസും ഒക്കെ തുടങ്ങുകയാണ്. അപ്പൊ അതിനെ പ്രിപ്പയർ ചെയ്യിക്കണ്ട. എന്തായാലും ഓൾമോസ്റ്റ് ഞാനൊരു 12th 13th ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് ചെയ്യാം. എനിക്ക് ഇച്ചിരി ടൈം തരണം കേട്ടോ. മാം ഡേറ്റ് എന്നാ മാം പറഞ്ഞ? ഞാൻ കേട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ മാം. നിങ്ങളുടെ നേരത്തെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. എന്തോ സബ്മിഷനിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് പലരും പറയുന്നുണ്ടായിരുന്നു. നോ പ്രോബ്ലം, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. സബ്മിഷനിൽ ഇഷ്യൂ വരുന്നവരുടെ എന്താ ചെയ്യേണ്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ. പിന്നെ എന്തായാലും ഓണം അവധികൾ വരുന്നുണ്ട്. അപ്പൊ അവധികളിൽ ഒരു ദിവസം ഒരു 1 hour ഇതിനു വേണ്ടി മാറ്റി വെച്ച് അത് മുഴുവനും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ അങ്ങ് കുറേശ്ശായിട്ട് ചെയ്താൽ മതി. ഞാൻ ഡെഡ് ലൈൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം എനിക്കറിയാം പല പല പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടല്ലോ. അപ്പൊ ഡെഡ് ലൈൻ പറയുന്നില്ല. പക്ഷെ ഓണത്തിന് എന്തായാലും ഒരു 4-5 ദിവസം ക്ലാസ് ഉണ്ടാവില്ലായിരിക്കും അല്ലെ? മാം ഇത് നമ്മള് റാൻഡംലി സെലക്ട് ചെയ്താൽ മതി, അത് ലൈക്ക് സ്കൂളിലുള്ള പാരന്റ്സിന് അങ്ങനെ വേണോ? അത് നമ്മുടെ അടുത്തായാലും പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ്, അവരുടെ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടികൾ UKG-ലോ LKG-ലോ പഠിക്കുന്നുണ്ടാവുന്ന, ഈവൻ അംഗൻവാടി ആണെങ്കിലും നോ ഇഷ്യൂ. ഒരു 6 എന്നാ പോട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ KG സെഷൻ കിട്ടുന്നില്ല, 6 years വരെയുള്ളത്. നമ്മളുടെ മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ 3 to 6 ആണല്ലോ. 3 തുടങ്ങി 6 years വരെയുള്ള കുട്ടികളുടെ പാരന്റ്സിനെ നോക്കിയാൽ മതി. അവരുടെ ഈ ഫോം കൊടുക്കുക, അതൊന്ന് ഫില്ല് ചെയ്യാൻ പറയാം. അവർക്ക് പേര് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പേര് എഴുതണ്ട, XY എന്നുണ്ടെങ്കിൽ എഴുതിക്കൊള്ളാൻ പറയാം. നമുക്ക് ജസ്റ്റ് ഈ ഡേറ്റാബേസ് മാത്രം മതി, ആളുടെ പേര് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. പഠിക്കുന്ന കുട്ടികളായാലും കുഴപ്പമുണ്ടോ? എന്തോ അംഗൻവാടി മതി 3 to 6 years. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഇത് എഴുതുമ്പോ ക്വസ്റ്റ്യനർ ഞാൻ തരാം. ക്വസ്റ്റ്യനർ തന്നതിന് ശേഷം ഇതെങ്ങനെ എന്തൊക്കെ വേണം ആ എഴുതുന്നതിൽ എന്നുള്ളതാണ്. പ്രിഫൈസ് നമ്മൾ എന്തിനും ഒരു ആമുഖം എഴുതുമല്ലോ. ഇങ്ങനെ പാരന്റിങ് മെത്തേഡിലുള്ള ഡിഫറൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പിന്നെ മാം ഇതിന്റെ ഈ ബാർ ചാർട്ട് ഒക്കെ ഉണ്ടാക്കണോ പ്രോജക്റ്റ് ചെയ്യണ പോലെ? അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. ഈ ഒരു സർവേ നടത്തണം, റിസർച്ച് ചെയ്യണം, നിങ്ങളുടെ ഫൈൻഡിങ്സ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. മാം ഒരു ഡൗട്ടും കൂടെ, ഈ പാരന്റിങ് മെത്തേഡ് നമുക്ക് പ്രിഫേസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ മാം? പാരന്റിങ് മെത്തേഡ് പ്രിഫേസിൽ ഉൾപ്പെടുത്തേണ്ടതാണോ മാം? പാരന്റിങ് മെത്തേഡ് നമ്മളായിട്ട് മെത്തേഡ്സ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. മീൻസ് ആമുഖത്തിൽ പാരന്റിങ് മെത്തേഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ പ്രോജക്റ്റിന്റെ എയിം എന്താന്ന് എഴുതണം, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്തത്. അപ്പൊ സർവേ ചിലർക്ക് ചിലപ്പോ പോയി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ത്രൂ ഫോൺ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എഴുതിയത് ഫോർ ഡൂയിങ് ദിസ് സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. I called 2 parents. ആ രീതിയിലാണ് ഞാൻ എഴുതുന്നത്.
ഓക്കെ മാം. അങ്ങനെ ആ രീതിയിൽ നൈബർഹുഡിലുള്ള എഴുതി, രണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ അനാലിസിസ് അനാലിസിസിലാണോ പാരന്റിങ് മെത്തേഡ് എഴുതണ്ടേ? അനാലിസിസിൽ പാരന്റിംഗ് മെത്തേഡ് കാണിക്കാം. ഞാൻ ഇവിടെ എഴുതിയ 90% ഓഫ് പാരന്റ്സ് ആർ willing to support child's needs and desires, but 10%, ഞാനിപ്പോ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ അതിൽ പെർസെന്റേജിന്റെ കണക്ക് എഴുതാം. പെർസെന്റേജ് ഓഫ് പാരന്റ്സ് ആർ നോട്ട്, അവിടെ വേണമെങ്കിൽ ഗ്രാഫോ എന്താന്ന് വെച്ചാൽ എഴുതാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. കൂടുതൽ ഓക്കെ മാം, താങ്ക് യു. പിന്നെ കളക്ഷൻ, എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്തത്? വിസിറ്റഡ് ദെയർ ഹോം ആൻഡ് ത്രൂ ഫോൺ ആൻഡ് കളക്റ്റഡ് ഓൾ ദ ഡീറ്റെയിൽസ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കളക്ട് ചെയ്യാൻ? മെത്തേഡ് അതായിരുന്നു. മാം ഓക്കെ മാം. പോവല്ലേ മാം, ഒരിതും കൂടി ചോദിച്ചോട്ടെ. ആദ്യം നമ്മൾ പ്രിഫേസ് എഴുതി, പിന്നെ ഈ ക്വസ്റ്റ്യനെയർ, പിന്നെ ഏറ്റവും ലാസ്റ്റ് ആണോ മാം അനാലിസിസ്? ഞാൻ ഓർഡർ തരാം. ഓക്കെ മാം, നന്നായിരിക്കും മാം. സർവേ ചെയ്യുന്ന ആ ഷീറ്റ്സും നമ്മൾ വെക്കണം. നമ്മൾ ഇതിനൊരു പ്രിഫൈസ് എഴുതണം, നമ്മുടെ എയിം എന്താന്ന് എഴുതണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ അനാലിസിസ്, നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവൂലേ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ഫെസിലിറ്റേറ്റർ, നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നവർ. അപ്പൊ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവൂലേ, അത് നമ്മൾ എഴുതണം. ഞാനിവിടെ എഴുതിയത് ഒപ്പീനിയൻ ആയിട്ട് എഴുതി, ഫ്രീഡം ഈസ് ദ ബർത്ത് റൈറ്റ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്, സോ ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ഷുഡ് ഗീവ് ദി ഫ്രീഡം, ബട്ട് വിത്തിൻ സം ലിമിറ്റേഷൻ. പാരന്റ് ഷുഡ് ബി, ഞാൻ അവിടെ മോണ്ടിസോറി മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒപ്പീനിയൻ എഴുതിയത്. പാരന്റ് ഷുഡ് ബി ദെയർ ഓൾവേസ് ഫോർ സപ്പോർട്ടിങ്, എൻകറേജിങ് ആൻഡ് ഗൈഡിങ് ദം, so that the environment should be comfortable for the kids. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, ബട്ട് വിത്തിൻ ദ ലിമിറ്റ്സ്. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യണം, അവരെ ഇന്റർവീൻ ചെയ്ത് അവരെ കറക്റ്റ് ചെയ്യൂ, നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യൂ അല്ല നമ്മൾ ചെയ്യണ്ടേ. വി ഹാവ് ടു സപ്പോർട്ട്, എൻകറേജ് ആൻഡ് ഗൈഡ്. അപ്പൊ ആ കംപ്ലീറ്റ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്സിന്റെ ആസ്പെക്ട് വെച്ചിട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ സർവേ ചെയ്യണമെന്നില്ല, ആ ഒരു രീതിയിൽ എഴുതി വെച്ചു. സർവേ ക്വസ്റ്റ്യനെയർ കൊടുത്ത് ചെയ്തു വെച്ചോ. ബാക്കി കാര്യങ്ങൾ ഈ ഡേറ്റാസ് നമ്മൾ എഴുതില്ലേ, അത് പതുക്കെ ചെയ്താൽ മതി. ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും മോണ്ടിസോറി മെത്തേഡ്സും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കത് എഴുതാനായിട്ട് വരും. മാം, നമ്മൾ ഈ 5 പാരന്റ്സിനെ കളക്ട് ചെയ്യുന്നില്ലേ ക്വസ്റ്റ്യനെയർ? സോ നമ്മൾ അവരുടെ ഷീറ്റ് നമ്മൾ വെക്കണോ, അതോ കോമൺ ആയിട്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ വെച്ചാൽ മതിയോ? ഷീറ്റ് വെക്കാം, അവരുടെ ഷീറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്, അവരുടെ ഷീറ്റ് വെക്കണം. ഇത് നമ്മൾ വേറെ ആരെയും കാണിക്കാനോ ഒന്നുമല്ല, നമ്മളിത് കീപ്പ് ചെയ്യണം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ധൈര്യമില്ലേ, നമ്മളൊരു മിനി റിസർച്ച്, നമ്മളൊരു പ്രോജക്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാമല്ലോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ റിലേറ്റഡ് എന്ത് വേണമെങ്കിലും, ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഹെൽത്തിനെ കുറിച്ച് നമ്മള് കുറെ നമ്മൾ പഠിച്ചു അല്ലെ, കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതുപോലെ ഹൈജീൻ, ഹെൽത്ത്, ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ട് അത് റിലേറ്റഡ് ഒരു മിനി റിസർച്ചും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഇതിപ്പോ പാരന്റിങ് മെത്തേഡ്സ് അത് വെച്ചിട്ടാണ് നമ്മളൊരു മിനി റിസർച്ച് ചെയ്തത്, അതും ചെയ്യാം. റിലേറ്റഡ് ടു ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതും നമ്മൾക്ക് ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമുക്ക് അങ്ങനെ റിസർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മിനി റിസർച്ചിനെ കുറിച്ച് അതേ ഉള്ളൂ. ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ജസ്റ്റ് ഷെയർഡ് അബൌട്ട് എന്തോ നമ്മളിപ്പോ ഇല്ലേ ഇതിന്റെ കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമോ? അതായത് ഇപ്പൊ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിലേ ഈ PDF-ന്റെ കൂടെ എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ മതിയാ? മതി. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വേർഡ് ആയിട്ട് അയച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എഡിറ്റ് ചെയ്യാൻ, അല്ലേ? അല്ലേ നല്ലത്? വേർഡ് ആയിട്ട് അയച്ചു തരാം. PDF എഡിറ്റ് ചെയ്യണേക്കാളും വേർഡ് ആകുമ്പോൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണല്ലോ. PDF-നെ പിന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചില PDF-നെ കൺവേർട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പേയ്മെന്റ് കൊടുത്തുള്ള കൺവേർഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അതിൽ നല്ല ഞാൻ വേർഡ് ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, സോ ക്ലാസ്സിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഒന്നാണ് ഒബ്സർവേഷൻ. നല്ല പോലെ ഒബ്സർവ് ചെയ്യണം. അവര് കുട്ടികളെ നല്ലതുപോലെ നല്ല കോൺസെൻട്രേഷനോട് കൂടി ഒബ്സർവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിപ്പം എന്റെ ഒരു പേഴ്സണൽ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുക.
ഞാനത് പറഞ്ഞു അല്ലെ, ഞാൻ വേർബലി അത് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും അത് കേട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഞാൻ ഒന്നും മിണ്ടാതിരിക്കുവാണ്. അപ്പം ഒരാളൊന്നും മിണ്ടാതിരിക്കുമ്പോ നമ്മൾ ചെന്ന് അവരോട് എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? അതെന്തുകൊണ്ടാണ് നമ്മൾ ചോദിക്കുക? വൈ വി ആർ ആസ്കിങ് ലൈക്ക് ദാറ്റ്? If we can find a solution, then we can help them. We can help. My question is, if somebody is sitting somewhere and we felt that they have some problem and we just approach there and asking them what happened, why you are looking so gloomy, അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറില്ലേ? ഭക്ഷണം കഴിച്ചില്ലേ, എന്താ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നുണ്ടല്ലോ. അവരൊന്നും പറയാതെ തന്നെ നമ്മൾ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കില്ലേ? ഉറങ്ങിയില്ലേ ശരിക്കും? മിസ്സേ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ശ്രദ്ധിക്കുന്ന ആളുകൾ, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ചെറിയ മാറ്റം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് ചോദിച്ചു പോകുന്നതാണ് ആ ചോദ്യം. അപ്പം സിജി പറഞ്ഞത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് സിജി ആദ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശരിക്കും അവിടെ അയാളൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾക്ക് അത് മനസ്സിലായി. അതിന് പറയുന്നതാണ് നോൺ വെർബൽ ക്യൂസ്. അയാൾ ഒന്നും പറയാതെ തന്നെ അയാളുടെ ആ ഒരു ഫീലിങ്സ്, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കുവാണ്. നമ്മളുടെ ഒരു തെറാപ്പി സെഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ജസ്റ്റ് ആൻ ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഒരാൾ മാത്രം ആ തെറാപ്പി ചെയ്യാനായിട്ട് വരണം. ഞാൻ പ്രോംപ്റ്റ് തരാം. വീഡിയോ കംഫർട്ടബിൾ ആയിട്ട് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നവര്, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ആരെങ്കിലും ഒരാൾ റെഡി ആയിട്ട് വരാം. ബാക്കിയുള്ള നിങ്ങളെല്ലാരും ഒബ്സർവ് ചെയ്യണം. ആരുമില്ലേ? എന്ത് ചെയ്യാനാ മാം? ക്വസ്റ്റ്യൻ വല്ലതും ചോദിക്കാനാ? ഒരു തെറാപ്പി സെഷനാണ്. എല്ലാവർക്കും പേടിയാ. അതായിരുന്നു പേരെന്തായിരുന്നു? സുജാത. ഓക്കെ സുജാത. അവിടെ ഒരു മൈക്ക് ഓൺ ചെയ്തു. അപ്പൊ സുജാത, പക്ഷേ തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഓൺ യുവർ വീഡിയോ. ഓക്കെ ഫൈൻ. യെസ്, ഐ ആം റെഡി. സ്പെക്സ് ഒന്ന് ഒരുക്കാം. Hope you can see me. Yeah, we can see. Correct. You have to face the camera. Notice. ക്യാമറയിലേക്ക് ഫേസ് ശരിക്കും വരണേ. ബാക്കിയുള്ളവരെല്ലാരും നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഒബ്സർവ് സുജാത. ഒത്തിരി ലോങ്ങിലേക്ക് ആവരുത്, കുറെ കൂടെ ക്യാമറയുടെ അടുത്തിരിക്കണേ. ഓക്കെ. So gently close your eyes. Take a deep breath. Breathe in. Breathe out. Breathe in. Breathe out. ഓക്കെ സുജാത, നമ്മൾ ഇങ്ങനെ ഒരു തെറാപ്പിക്ക് ഇരിക്കുമ്പോ നമ്മൾ ഓപ്പൺ പോസ്റ്ററിൽ ഇരിക്കണം. ഓപ്പൺ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ക്രോസ് ആവരുത്, അതുപോലെ തന്നെ കാലും ക്രോസ് ആവരുത്. നമുക്കിപ്പോ വീഡിയോയിൽ ഇത്രയും ഭാഗം കാണുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഓപ്പൺ പോസ്റ്ററിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഓക്കെ, വൺ മോർ ടൈം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇനി ലൈഫില് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ഇൻസിഡന്റ് ഒന്ന് ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇൻസിഡന്റ് ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കാണിക്കട്ടെ, കൈ ഒന്ന് പൊക്കി കാണിക്കുക. ഓക്കെ, കൈ താഴേക്ക് വെച്ചോളൂ. ഓക്കെ, അപ്പം ആ ഭയങ്കര സന്തോഷം തോന്നിയ ഇൻസിഡന്റ് ഇപ്പൊ ഓർമ്മയിലുണ്ട്. സീ ദ സെയിം പ്ലേസ്. ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അത് കാണുക, ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം. സീ ദ സെയിം പ്ലേസ്. ആ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത ആളുകളെ കാണാം. സീ ദ സെയിം പേഴ്സൺ ഓർ പീപ്പിൾ. ആ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന
ആളുകളെ കാണുക. See the same situation, അതേ സിറ്റുവേഷൻ തന്നെ കാണുക. അത് സംഭവിച്ച സ്ഥലം, അതുമായിട്ട് കണക്ട് ചെയ്ത ആളുകള്, സെയിം സിറ്റുവേഷൻ എല്ലാം കാണും. ആ സമയത്തെ സൗണ്ട് കേൾക്കുക. സൗണ്ട് എല്ലാം സെയിം പ്ലേസ്, സെയിം പീപ്പിൾ, സെയിം സിറ്റുവേഷൻ, സെയിം സൗണ്ട് എല്ലാം ഫീൽ ചെയ്യാം. See the same place, same people, same situation, same sound. See the same place, same situation, same sound, same person. അതേ ഫീല്, ആ ഇൻസിഡന്റ് നടന്ന സമയത്ത് അതേ ഫീല് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു നമുക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു ഇൻസിഡന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, ഭയങ്കര വിഷമം തോന്നിയ ഇൻസിഡന്റ് നമ്മുടെ മനസ്സിലുണ്ട്. സീ ദ സെയിം പ്ലേസ്, അത് നടന്ന സ്ഥലം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുമായിട്ട് കണക്ട് ചെയ്ത ആളുകള്, സീ ദ സെയിം പേഴ്സൺ, ആ ആളുകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക. സെയിം സിറ്റുവേഷൻ, അത് ഫീൽ ചെയ്യുക. സെയിം എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക. സെയിം പ്ലേസ്, സെയിം പേഴ്സൺ, സെയിം സിറ്റുവേഷൻ, ഫീൽ ദ എക്സ്പീരിയൻസ്. See the same place, same situation, same person, feel the experience. Okay, gently open your eyes. Okay, എന്തായിരുന്നു ഡിന്നറൊക്കെ കഴിച്ചിരുന്നോ? ഡിന്നറൊക്കെ നേരത്തെ കഴിഞ്ഞു. ഓക്കെ, ഇന്നലെ അമ്പലത്തിൽ തന്നെയായിരുന്നു? ഇന്നലെ അമ്പലത്തിൽ പോയിണ്ടായിരുന്നു. അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി അല്ലേ? അതെ അതെ. ഓക്കെ, ഫൈൻ. നിങ്ങൾ എന്താ ഒബ്സർവേഷൻ ചെയ്തവരോട് ഉള്ള ചോദ്യമാണേ, എന്താ കണ്ടത്? ഫസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ആളുടെ ഫേസിൽ ഒരു ചേഞ്ച് അറിയാൻ പറ്റിയിരുന്നു, സന്തോഷം വരുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് മാം ഒരു സാഡായിട്ടുള്ള കാര്യം ഓർക്കാൻ പറഞ്ഞപ്പോൾ ഓർത്ത് ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം അത് ഫീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ആ ഹാപ്പി ആയിട്ടിരുന്നപ്പോൾ ആളുടെ എന്താ ചെറിയൊരു സ്മൈല് വരുന്ന പോലെ നമുക്ക് ഫേസിൽ തോന്നുമായിരുന്നു. ആ സ്മൈല് ചെറുതായിട്ട് ഷെയ്ഡായി തുടങ്ങി, മങ്ങി തുടങ്ങി. അതുവരെ ആൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു എന്താ പറയുക, നോർമൽ അല്ലാത്തൊരു ബ്രീത്തിങ് പോലെ തോന്നിയിരുന്നു. ആ സാഡ്നെസ് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്താ പറയുക, ബോഡി ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തോന്നിയതാണോന്ന് അറിയില്ല, ഷെയ്ക്ക് ആകുന്ന പോലെ ആളുടെ മനസ്സിലേക്ക് അതിങ്ങനെ വന്നിട്ട് ഭയങ്കര വീർപ്പ് പൊട്ടിക്കുന്ന പോലെ തോന്നി. ഇതാണ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്സർവേഷൻ? അതുപോലെ തന്നെ മാം തോന്നിയത്, അതുപോലെ തന്നെ ശില്പ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും തോന്നിയത്. ഇത് ഞങ്ങൾ യോഗ ചെയ്തപ്പോ ഈ എന്താ ടീച്ചേഴ്സ് അവിടുത്തെ പറഞ്ഞ ഇതേപോലെ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ യോഗയിൽ ഇതേപോലെ പറഞ്ഞു. ഫേസൊക്കെ നല്ല എന്താ സ്ലോ ആക്കിയിട്ടിട്ട് അത് കിടന്നിട്ടാ ചെയ്തത്. ഒരു 10-15 മിനിറ്റ്
നല്ല സന്തോഷമുള്ള അത് മാത്രം മനസ്സിൽ വെച്ച് കണ്ണൊക്കെ അടച്ചു പിടിച്ചിട്ട് നല്ല റിലാക്സ് ആയിട്ട് കിടക്കാൻ പറഞ്ഞു. അത് നല്ലൊരു ഇതേപോലത്തെ സെയിം ആയിട്ട് പറഞ്ഞു തന്നു. ശരീരത്തിനും മനസ്സിനൊക്കെ നല്ലൊരു എന്താ ഉഷാറുള്ള കാര്യമാണത്. തലക്ക് നമ്മളെ ബ്രെയിനൊക്കെ നല്ല എന്താ വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ യോഗ എപ്പോഴും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്ത് തന്നു. ഇതന്നെ ഇത് ചെയ്യും അവര് ഇരുന്നിട്ടാണ് ചെയ്തിരിക്കണേ. ഇത് ഞങ്ങൾ കടന്നിട്ട് ചെയ്തിരുന്നേ. നമ്മളെ കൈയൊക്കെ സ്ലോ ആക്കിയിട്ട് നമ്മൾ കൈയൊന്നും എവിടെയും ബലം പിടിക്കാതെ ഒരു 15 മിനിറ്റ് കടന്നാൽ നമുക്ക് ശരീരത്തിന് നല്ല ഉഷാറായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മിസ് പറഞ്ഞ അതേപോലത്തെ സെയിം കാര്യമായിരുന്നു. നമ്മൾക്ക് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ നെഗറ്റീവ് ചെയ്യിക്കാൻ കാരണം നിങ്ങൾക്ക് ഒബ്സർവേഷൻ ഒന്ന് കിട്ടാനായിട്ട്. അപ്പൊ പോസിറ്റീവ് പറയുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഭയങ്കര കൂളായിരിക്കും. ഫേസിൽ ഒരു പ്രകാശവും ഒരു ലിപ്സിലൊക്കെ ഒരു ചിരിയൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാകും. നമ്മുടെ ബ്രീത്തിങ് വളരെ നോർമൽ ആയിരിക്കും. ഈവൻ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിങ്ങനെ നല്ല എന്താ പറയാ ജെന്റിലായിട്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കും. ആ ഒരു ഇത് വരും. പക്ഷെ മാം ഞങ്ങളും അതുപോലെ തന്നെ ആ സമയം ചിന്തിച്ച് സാഡ് മൊമെന്റ് ആ സമയം അതുപോലെ തന്നെ ഞങ്ങളും ഫീൽ ചെയ്തു. മാം അതേപോലെ തന്നെ സുജാത ലൈക്ക് ആഫ്റ്റർ സാഡ് കഴിഞ്ഞിട്ട് കണ്ണ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞപ്പം ലൈക്ക് ഷീ കുഡിന്റ് ഓപ്പൺ ഹർ ഐസ് ലൈക്ക് അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി പോരുന്ന പോലെ ഒരു തുറക്കാൻ പറ്റാത്തൊരു ഇതിലായിരുന്നു. അതായിരുന്നു എനിക്ക് ആകെ ഫീൽ ചെയ്തത്. അവിടെ അങ്ങനെ നമ്മൾ എത്ര ആർക്ക് വേണമെങ്കിലും ചെയ്യിക്കാം. നമ്മളപ്പോ ഒരു കട്ട് ഓഫ് പറയണം. അതാണ് ഞാൻ ഡിന്നർ കഴിച്ചു, ഇന്നലെ അമ്പലത്തിലായിരുന്നു, അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചു ഒന്ന് നോർമലൈസ് ചെയ്യാൻ നോക്കിയത്. ഈ രണ്ട് ഫീലിങ്സും നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതായത് നമ്മളൊരു ആളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഹാപ്പി ആയപ്പോ നമുക്കത് മനസ്സിലായി. സാഡ് ആകുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഗൾപ്പിങ് ഇങ്ങനെ ഇറക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ നോസൊക്കെ ചിലരുടെ ഇങ്ങനെ ചുമക്കും വിറയ്ക്കും, ലിപ്സ് ഇങ്ങനെ വിതുമ്പുന്ന പോലെയൊക്കെ വരും. പിന്നെ കണ്ണടച്ചിട്ടുണ്ടെങ്കിലും ഐബോൾസ് ഇങ്ങനെ മൂവ് ചെയ്യും തുടങ്ങും ഈ സാഡ് സമയത്ത്. ഫേസിലെ മസിൽസ് എല്ലാം ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുക്കും. അതുവരെ ഹാപ്പി ആയിട്ടിരുന്ന് കണ്ട ആ ഒരു എക്സ്പ്രഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നോൺ വെർബൽ ക്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ വർക്കിംഗ് സ്പേസിലും നമ്മളുടെ ലിവിങ് സ്പേസിലും. അതെന്താ മാം നോൺ വെർബൽ എന്താണ് മാം അത്? നോൺ വെർബൽ ക്യൂസ്, CUES. അതായത് വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്കത് മനസ്സിലാവുന്നു. ഞാൻ പറയാതെ തന്നെ എന്റെ കംപ്ലീറ്റ് ഫീലിങ്സും മനസ്സിലാക്കുന്നു. ഹിപ്നോട്ടിക്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ സ്പേസ് ഉള്ള സ്ഥലമാണെങ്കിൽ നമ്മളവിടെ ഇന്റർവ്യൂ ചെയ്യണം. അല്ലെങ്കിൽ കാരണം നമ്മളൊന്നും സംസാരിക്കാത്തത് കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു ഒത്തിരി വിഷമിക്കുന്നവര് പെട്ടെന്നായിരിക്കും നെക്സ്റ്റ് മൊമെന്റ് അവരെന്താ ഒരു കൺട്രോൾ ഇല്ലാണ്ട് അവരെന്താ ചെയ്യാൻ പോവാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുപോലെ എങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു കുട്ടിയുടെ കാര്യം സൂയിസൈഡ് ചെയ്തത് യൂറോപ്യൻ കൺട്രീസിലാണ്. പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. കുട്ടി പീരിയഡ്സ് ആയിട്ട് ഫാദറോട് പറയാൻ ചെന്ന കേസല്ലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മളത് കേൾക്കേണ്ടതാണ്. ഇതിനകത്ത് നമ്മളുടെ ഈ ക്വസ്റ്റ്യനെയറിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ കുട്ടിയുടെ കൂടെ ഇരുന്ന് TV കാണാറുണ്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുണ്ട്. ചിലപ്പോ TV കാണുമ്പോൾ മോന് ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും ഇഷ്ടം, അമ്മമാർക്ക് ചിലപ്പോ അതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. എന്നാലും മോൻ പറയും അമ്മ വന്നിരുന്നത് എന്റെ അടുത്തിരുന്ന ഫുട്ബോൾ കാണും. ഇവിടെ എന്റെ മോൻ ചെയ്യുന്ന പരിപാടിയാണ്. ഞാൻ വലിയ കാര്യത്തിന് പോയിരുന്നു, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയൊന്നുണ്ടാവില്ല, ഞാൻ പോയിരുന്നു കാണും. അപ്പൊ അങ്ങനെ അവരിങ്ങനെ ചോദിക്കും. അവർക്ക് ഭയങ്കര അവരുടെ കൂടെ നമ്മൾ ഇരിക്കണം എന്നൊരു താല്പര്യം, അതൊരു നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അവർ വേറെ വല്ലതൊക്കെ അവർ ഒറ്റയ്ക്ക് കണ്ട് വേറെ പലതിലേക്ക് അവർ പോവാനുള്ള ചാൻസ്. അപ്പൊ അങ്ങനെ നമ്മള് ഈ നോൺ വെർബൽ ക്യൂസ് കുട്ടികളുടെ മാത്രമല്ല, നമുക്ക് പ്രായമായവരുടെ, നമ്മുടെ വീട്ടില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ, പാരന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത്. ഈവൻ നിങ്ങളിപ്പം നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാം. ഇനി ഇപ്പൊ ലാസ്റ്റ് ഞാൻ നെഗറ്റീവ് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ഗ്രീഫ് പലതുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നഷ്ടപ്പെട്ട വേദന, മറക്കാൻ പറ്റാത്ത പല വേദനകളും നമ്മൾക്കുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അത് ഹോണ്ട് ചെയ്യും, അത് ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ഹോണ്ട് ചെയ്താലും
ചിലർക്ക് അതൊട്ടും താങ്ങാൻ പറ്റില്ല ചില വേദനകള്. നമ്മൾക്ക് അത് ആ ഒരു ഇപ്പൊ ഒരാളുടെ ലോസ് അല്ലാത്ത ചില വേദനകൾ ഉണ്ടാവില്ലേ? ഒരാള് നമ്മളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായി നമ്മളുടെ അടുത്ത് ഷൗട്ട് ചെയ്തു, വഴക്ക് പറഞ്ഞു, നമുക്കത് മറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോ വേറൊരു തെറാപ്പി ഉണ്ട്, അതിന്റെ പേരാണ് ആങ്കറിങ്. ആങ്കറിങ് എന്ന് ആങ്കർ അതല്ല, ആങ്കർ ഇല്ലേ നമ്മൾ ഈ കപ്പലിനൊക്കെ നങ്കൂരം, ANCHOR. എനിക്ക് ഇതേമാതിരത്തെ ഒരു ഫീലിങ്സ് ഉണ്ട് മാം ഇപ്പൊ ഈ സെക്കൻഡ്. എന്ന് വെച്ചാൽ എന്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്തിന്റെ കമ്പനി എനിക്ക് നഷ്ടപ്പെട്ടു. അതെങ്ങനെയോ എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അത് ഇതുവരെയിട്ടും അതങ്ങനെ അങ്ങ് കൂടിയിട്ടില്ല. അതങ്ങനെ തന്നെ പിണങ്ങി തന്നെ നിൽക്കുകയാണ്. അതെന്തോ എവിടെയോ ഒരു തകരാറ് പറ്റി മാം. അങ്ങനെ ആ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും ഉണ്ട് എനിക്ക്. കാരണം എൻ്റെ ഒരു വലങ്കൈ തന്നെയായിരുന്നു അത്. പെട്ടെന്ന് എന്തോ സംഭവിച്ചു, പണ്ട് മുതലേ ഉള്ളതാ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പെയിൻ വരുവാണെങ്കിൽ നമുക്കത് ആങ്കർ ചെയ്യാം. ആങ്കറിങ്ങിന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ക്വാളിറ്റികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒബ്സർവേഷൻ എന്നുള്ള ആ ഇത് നിങ്ങൾ എല്ലാരും നോക്കി നിങ്ങൾക്ക് മനസ്സിലായി ആളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന്. അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് ഫേസ് മാത്രമേ സുജാതയുടെ കാണാൻ പറ്റുന്നുള്ളൂ. ചില ആളുകളുടെ കണ്ട് അവരെ ഫുള്ളായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊക്കെ എന്താ അവര് ചെയ്യുക, കയ്യിൽ മോതിരം ഉണ്ടെങ്കിൽ ഊരുന്നു, അങ്ങനെയൊക്കെ വാച്ചിന്റെ സ്ട്രാപ്പ് ഊരുന്നു ഇടുന്നു, അങ്ങനെ. പിന്നെ അല്ലെങ്കിൽ ഷോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോൾ അങ്ങനെ പലതും നമുക്ക് കാണാനായിട്ട് പറ്റും. പല ആളുകളിലും സന്തോഷം വരുമ്പോഴേക്കും അതിന്റെ അനുസരിച്ചുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിപ്പോ നമ്മൾ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. ഫേസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ആ ഒരു സങ്കടം സന്തോഷം വന്നപ്പോഴുള്ള ഡിഫറൻസ്. ഇനി വേണ്ടത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എല്ലാ സെൻസസും യൂസ് ചെയ്യണം. നമ്മുടെ സെൻസസ് ഏതൊക്കെയാ? ചെവി, വായ ഒക്കെ 5 സെൻസ് ഉണ്ട്. അതായത് കുറച്ചുകൂടെ ഒന്ന് സയന്റിഫിക്കലി പറയുവാണെങ്കിൽ ഓഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുന്നത് അല്ലെ, നമ്മുടെ ചെവി ആയിട്ട് കണക്റ്റഡ്. പിന്നെ വിഷ്വൽ കാണുന്നത്, കിനസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓൾഫാക്ടറി, പിന്നെ ഗസ്റ്റേറ്ററി. കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുന്നത്, നമ്മൾ ഫീൽ ചെയ്യുന്നത്, ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യും, പ്രഷർ ഫീൽ ചെയ്യും അല്ലെ, ചൂട് ഫീൽ ചെയ്യും, എന്തെങ്കിലും വെച്ചൊന്ന് പ്രസ് ചെയ്ത് അതൊക്കെ നമ്മളുടെ കിനസ്തെറ്റിക് സെൻസ് ആണ്. പിന്നെ ഓൾഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മെൽ, ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ്. ഓക്കെ, ഈ 5 സെൻസസ് ശരിക്കും നമ്മള് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികളെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കും. ഇതില് മെയിൻ ആയിട്ട് 3 സെൻസസ് നമ്മൾ യൂസ് ചെയ്യണം: ഓഡിറ്ററി, വിഷ്വൽ, കിനസ്തെറ്റിക്. ഇപ്പൊ ഞാൻ പ്രോംപ്റ്റ് പറഞ്ഞപ്പോ ഫീൽ ദ സെയിം സൗണ്ട്, ആ സൗണ്ട് കേൾക്കുക ഓഡിറ്ററി. സീ ദ സെയിം പ്ലേസ്, വിഷ്വൽ, ആ പ്ലേസ് കാണും, അത് ഫീൽ ചെയ്യാം, കിനസ്തെറ്റിക് അല്ലെ. അത്രയും സെൻസസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 സെൻസസും നമുക്ക് പലപ്പോഴും തെറാപ്പികളിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന 3 സെൻസസ് ആണ്. മറ്റേത് സ്മെല്ലും ടേസ്റ്റും അല്ലേ, ഇറ്റ്സ് റെയർലി യൂസ്ഡ്. ഇത്രയും അകലിയിരിക്കുന്ന ഒരാൾക്ക് സ്മെല്ലും ടേസ്റ്റും അതിനേക്കാൾ എപ്പോഴും തെറാപ്പികളിൽ വരുന്നതാണ് ഈ 3 സെൻസസ്: ഓഡിറ്ററി, വിഷ്വൽ, കിനസ്തെറ്റിക്സ്. ഓക്കെ, അപ്പം അത് 3ഉം നമ്മളുടെ ഈ തെറാപ്പിയിലൂടെ കടന്നുപോയി അല്ലെ, കണ്ടു, കേട്ടു, ഫീൽ ചെയ്തു. ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മള് ഇതിനെ പോസിറ്റീവിനെ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആക്കും, നെഗറ്റീവിനെ നമ്മൾ കുറയ്ക്കും. ആ തെറാപ്പി ഞാൻ നാളെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യിക്കാം, ഒരു മെഡിറ്റേഷൻ പോലെ. അത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അനുഭവം നമ്മളതിനെ കൂട്ടി നമ്മൾ അതിനെ മാക്സിമത്തിലാക്കി വെക്കും. നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ കുറച്ച് ഇല്ലാതാക്കും. അതാണ് ഈ തെറാപ്പി ചെയ്യുന്നത്. നമുക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ടീനേജ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് പല അവർക്കും ഭയങ്കര സങ്കടങ്ങളും ഒക്കെ വരും. അപ്പൊ അത് പിന്നെ ഒരു പഠിക്കുന്ന ഒരു കുട്ടി ഭയങ്കര ടെൻഷനാ, പരീക്ഷയാകുമ്പോഴേക്കും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ. നമുക്ക് ആ കുട്ടിയിലൊക്കെ അത് യൂസ് ചെയ്യാം. അവനെ കൊണ്ട് ഏതെങ്കിലും അവന്റെ വലിയൊരു അച്ചീവ്മെന്റ് ഓർപ്പിച്ച് അത് പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് അവനെ ഭയങ്കര പോസിറ്റീവ് ആക്കാം.
ഭയങ്കര കോൺഫിഡന്റ് ആവും എക്സാം എഴുതാൻ പോവാനായിട്ട്. എല്ലാം പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഭയങ്കര പേടി പരീക്ഷയെ കുറിച്ച്. നമുക്കത് കുറെ ഉപദേശം കൊടുത്തിട്ടോ അങ്ങനെയൊന്നും കാര്യമില്ല. ഈ ഒരു സിമ്പിൾ തെറാപ്പി നമുക്കറിയാമെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മുടെ വീട്ടിൽ നല്ലപോലെ കുക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിഷ് ചെയ്യാനായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക, ഞാൻ ചെയ്താൽ ശരിയാവോ, ഗസ്റ്റ് വരുന്നു, ഇപ്പൊ ടെൻഷൻ പോകും. അപ്പം അവരെ നമുക്ക് ഇതുപോലെ അവരെ ചെയ്ത നല്ലൊരു ഡിഷിനെ ഓർമ്മിപ്പിച്ച് അത് അവരെ ഫീൽ ചെയ്യിച്ച് നമുക്ക് അവരെ പോസിറ്റീവ്, അങ്ങനെ സിമ്പിൾ കാര്യങ്ങളിൽ നമുക്ക് ഈ തെറാപ്പി ഉപയോഗിക്കാവുന്നതാണ്. അത് നമുക്ക് എല്ലാവരും കൂടെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യിക്കാം. നമ്മളിവിടെ നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാം. ഡിഫൻസ് മെക്കാനിക്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഒന്നും അയച്ചു തന്നില്ലല്ലേ? അയച്ചു കേട്ടോ. നമ്മൾ എവിടെ വരെ ആയിരുന്നു? റിപ്രഷൻ. ഈ കുട്ടികൾക്ക് പൊതുവെ, അതായത് നമ്മളുടെ വീട്ടില് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കും, ബോയ് ആൻഡ് ഗേൾ. ഈ ബോയ്സിന് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെങ്കിൽ, അങ്ങനെയുള്ളൊരു കിട്ടാണെങ്കിൽ അവന് അച്ഛൻ അമ്മയെ അപ്രോച്ച് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കും. വീട്ടിലെല്ലാരും അത് ഭയങ്കര കൗതുകത്തോടെയും അവനെ ചിലപ്പോ ഒന്ന് ട്രിഗർ ചെയ്യാനൊക്കെ ആയിട്ട് അത് യൂസ് ചെയ്യും. അപ്പൊ അവർക്ക് ആ ഒരു അറിവാകുന്നത് വരെ അവര് പറയണത് അമ്മ എന്റെ ഭാര്യയാണ്, അങ്ങനെ പറയുന്നത് കേൾക്കാറില്ലേ കുട്ടികള്? സ്ഥിരം അനുഭവിക്കണതാ. ഞാനിവിടെ സ്ഥിരം അനുഭവിക്കണതാ. അച്ഛൻ പുറത്ത്, ബാക്കി 2 അമ്മക്കളെ എന്റെ വീട്ട്. സത്യമായിട്ട് അങ്ങനെ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയില്ലേ? ഇഡിപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയെ മാരേജ് ചെയ്ത അങ്ങനത്തെ ഒരു ഇതാണ് ഇഡിപ്പസ് എന്ന് പറയുന്നത്. ഒരു ഗ്രീക്ക് കഥാപാത്രമാണ്. പിന്നെ രാത്രി വരും കുട്ടികളിലും രാത്രി വരും അച്ഛൻ എന്തിനാ ഇവിടെ അമ്മയുടെ അടുത്ത് കിടക്കണത്? അമ്മയുടെ അടുത്ത് കിടക്കണത് ഞാനാ, അച്ഛനില്ല അപ്പുറത്ത് പോയി കിടക്കാന്ന് പറയാം. ഇവിടെ അവർക്ക് മനസ്സിലാവും അമ്മ എന്ന് പറയുന്നത് അച്ഛന്റെ പാർട്ട്ണറാണ്, ഞങ്ങള് മക്കളാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പൊ അതുവരെ ഇപ്പം ഫാദർ വന്നിട്ട് പറയാ ഇത് എന്റെ ഭാര്യ എന്ന് പറയുമ്പോ ചില കുട്ടികളുടെ അല്ല എന്റെയാന്ന് പറയുന്ന ആ ഒരു ചില ഏജിൽ അവരങ്ങനെ ചെയ്യാറുണ്ട്. റിപ്രഷൻ. ആരാ വായിക്കാം? റിപ്രഷൻ എടുത്തോ, പറഞ്ഞു. Yes, ma'am. Repression. I think they are completed. ഓക്കെ. എക്സാമ്പിള് ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിപ്രഷൻ, ആ ഒരു ഇഡിപ്പസ് കോംപ്ലക്സ് തോന്നുന്നത് അങ്ങനെ വരും. അപ്പൊ അച്ഛനോട് അതിന്റെ ഒരു ദേഷ്യം, പെൺകുട്ടികളാണെങ്കിൽ അമ്മയ്ക്ക് അതിനോട് അമ്മയോട് അതിനൊരു ദേഷ്യം, ആ ഒരു രീതിയിൽ വരും. നെക്സ്റ്റ് വൺ റിഗ്രഷൻ. റിഗ്രഷൻ ആരാ വായിക്കേ? Some people do not come across the problems of life, its strain and stress in a mature way. They revert or go back to an immature or childish level of behavior and thus avoid the pain, suffering, a conflict or tension. This mode of behavior is called regression. ഓക്കെ. റിഗ്രഷൻ ചിലരിങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യാൻ അത് വരില്ല. അപ്പൊ ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുമ്പോഴേക്കും അതിനെ അവര് വേറൊരു വെയിൽ കാണും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, കുട്ടികളിൽ തന്നെയാണെങ്കിലും അവരവരുടെ തമ്പ് ഇങ്ങനെ വായിൽ വെക്കാനായിട്ട് നോക്കുന്നു, നെയിൽസ് ബൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. അത് പ്രായമായ ആൾക്കാരിലും കാണാം. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ അവരിങ്ങനെ നഖം കടിച്ച് ആ ഒരു സ്ട്രെസ്, ആ ഒരു സഫറിങ് അവര് മാറ്റിയെടുക്കുന്നത്, അവരുടെ ആ ഒരു ടെൻഷൻ, ഈ മോഡ് ഓഫ് ബിഹേവിയറിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒരു ഇമ്മച്വർ ചൈൽഡിഷ് ലെവലിലേക്ക് മാറുന്നു. വലിയ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ കാണിക്കുന്നു. അതായത് വിരല് വായിൽ വെക്കുക, നെയിൽസ് ബൈറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ കാണിക്കുന്നതാണ്. ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഒരു ഇമ്മച്വർ വേയിലേക്ക് മാറുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്.
മാം ഞാനൊരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ഇപ്പൊ മാറിയ ആ സ്വഭാവം. അവൻ നെറ്റിന്റെ അടുത്തുള്ള ആ തൊലിയില്ലേ, നമ്മുടെ സ്കിന്നിന്റെ തൊലി അത് കടിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവര് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. അപ്പോ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. പിന്നീട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ അതൊക്കെ മാറി മാം. അങ്ങനെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ അറിയാതെ ബെഡൊക്കെ വെച്ചാവും, യൂറിനൊക്കെ പോവും, അങ്ങനത്തെ കേസസ് ഒക്കെ വരാം. അതാണ് ഈ റിഗ്രഷനിൽ വരുന്ന ആ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗറ്റീവിസം. Some individuals react to baffling situations by becoming negative. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn, and rebellious. Disobedience, temper tantrum, and defiance are expressions of their negativism. ചില ആളുകൾ ഭയങ്കരമായിട്ട് ടഫ് സിറ്റുവേഷൻസിന് ഭയങ്കര നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യും. അത് നെഗറ്റീവായിട്ട് കാണിക്കുന്നത് അനുസരണയില്ലായ്മ, ഡിസൊബീഡിയൻസ്, പിന്നെ ബാഡ് ടെമ്പർ ടാൻട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദേഷ്യം, ഒരു സുഖമില്ലാത്തൊരു ദേഷ്യം വരുന്നത് നോർമലി വരുന്നത് അല്ലാത്ത രീതിയിലുള്ള ടെമ്പർ ടാൻട്രം, എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ദേഷ്യം, മുഷാട്ടെന്നൊക്കെ പറയില്ലേ. പിന്നെ ഒരു ഡിഫിയൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസൾട്ടിങ് ബിഹേവിയർ ആണ് ഡിഫിയൻസ്. ഇതെല്ലാമാണ് നെഗറ്റീവിസത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. അവരെപ്പോഴും കോൺട്രഡിക്റ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ ഭയങ്കര സ്റ്റബേൺ ആയിട്ട് നിൽക്കും, ഒരു റിബൽ മൂഡ്, എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്ന ആ ഒരു ടൈപ്പ്. അതാണ് ഈ നെഗറ്റീവ്. എന്തിനും നെഗറ്റീവ് ആയിരിക്കും അവർ കാണുന്നത്. അവരെപ്പോഴും നെഗറ്റീവായിട്ട് ചെയ്യും. പല ടഫ് സിറ്റുവേഷൻ വന്നാലും എന്ത് സിറ്റുവേഷൻ വന്നാലും അവർ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അതിന്റെ ഒബ്സ്റ്റക്കിൾ ആയിരിക്കും അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അവരെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനേക്കാളും ഒബ്സ്റ്റക്കിളിനാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ സ്റ്റബേൺ ആണ്, റിബൽ ആയിരിക്കും, ഡിസൊബീഡിയന്റ് ആയിരിക്കും, ബാഡ് ടെമ്പറിലായിരിക്കും അവരുടെ എക്സ്പ്രഷൻസ്. പിന്നെ അതുപോലെ തന്നെ ഇൻസൾട്ടിങ് ബിഹേവിയർ, നമ്മളെ ഒരുമാതിരി ആക്കുന്ന സ്വഭാവം എന്നൊക്കെ പറയും. ചുമ്മാ തമാശക്ക് കളിയായിട്ട് പറയുന്ന പോലെയല്ല, ആക്കി നമ്മളെ ഡീഗ്രേഡ് ചെയ്യാൻ ആ ഒരു രീതിയിൽ. നെക്സ്റ്റ് വൺ സിമ്പത്തിസം. In sympathism, the individual avoids the need of solving his problems by getting the sympathy of others. Many people get contented if they can turn to someone for sympathy. They try to attain attention and secure expressions of concern over their difficulties. സിമ്പതി കിട്ടാൻ വേണ്ടി ചിലർ ഓരോന്ന് ചെയ്യില്ലേ, അതായത് മറ്റുള്ളവരുടെ അറ്റൻഷൻ, അവരുടെ കൺസേൺ, അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതാണ് ഈ സിമ്പത്തിസം എന്നുള്ള ഡിഫൻസ് മെക്കാനിസം വരുന്നത്. ഇപ്പോ ഒരു കുഞ്ഞ് വീഴുമ്പോഴേക്കും അവനങ്ങോട്ട് കരഞ്ഞിട്ട് നമ്മൾ വന്ന് എടുക്കുന്നവരെയും ചിലപ്പോ കരഞ്ഞോണ്ടേയിരിക്കും. എടുത്ത് നമ്മൾ അതിനെ താലോലിച്ചു കൊണ്ടുപോകണം. ആ ഒരു അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് വന്നതാ സിമ്പത്തിസം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ വലിയ ആൾക്കാരും ചെയ്യാം. സിമ്പതി കിട്ടാൻ വേണ്ടി, പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പലതും കാണിച്ചു കൂട്ടുന്നത്. ടേൺ ടു സമ്മൺ ഫോർ സിമ്പതി, അവരുടെ അറ്റൻഷൻ സീക്കിങ് കണ്ട് ചില ആളുകൾക്ക് പിന്നെ ചിലപ്പോ ഒരു കൺസേൺ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വിത്ഡ്രോവൽ. Some people. Hi, Chota ma'am. Withdrawal. Some people are prone to withdraw from the situation in which they experience difficulty. If they refuse to face their problems, there is no danger of failure in connection with them. ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോഴേക്കും അവർക്ക് അത് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതിൽ നിന്ന് പതുക്കെ അങ്ങ് വലിഞ്ഞ് മാറിപ്പോകും. ദാറ്റ് ഇസ് വിത്ഡ്രോവൽ. പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അതൊക്കെ. ഒരു വീട്ടിലൊരു ഭയങ്കരമായൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, ചില ആൾക്കാർ അതിലൊന്നും ഇടപെടാതെ പതുക്കെ ന്യൂട്രലി അതിൽ നിന്ന് ഒഴിവായി പോകുന്നത്. ദാറ്റ് ഇസ് വിത്ഡ്രോവൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ്. Daydreaming is a kind of withdrawal. Many of us turn to it when we are face to face with real problems.
Instead of attempting to resolve these problems in a realistic manner, we withdraw ourselves into a world of fantasy where we need to face failure, where we succeed in every undertaking of ours. ഇതൊരു ടൈപ്പ് ഓഫ് വിത്ഡ്രോവൽ ആണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രശ്നം വന്നു നമ്മളത് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഫാന്റസി വേൾഡിലേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ ഡേ ഡ്രീം ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു എന്താ പറയാ ഭയങ്കര വില കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങി, അതൊന്ന് മോശമായി പോയി, പക്ഷെ നമ്മൾ അങ്ങ് ഡ്രീം ചെയ്യുക, അത് നന്നായി തന്നെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ റിയൽ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാതെ ഒരു ഫാന്റസിയിലേക്ക് പോയി ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അത് റിസോൾവ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ വിത്ഡ്രോ ചെയ്യുന്നതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീം. റിയലിസ്റ്റിക് മാനറിൽ അതിനെ ചെയ്യുന്നതിന് പകരം ഇരുന്ന് സ്വപ്നം കണ്ട് ഇപ്പൊ ഒരു ടെസ്റ്റ് എഴുതാൻ പോവാണ് നമ്മൾ, ഭയങ്കര ജോലി വേണം, ടെസ്റ്റ് എഴുതാൻ പോവാം. പക്ഷെ ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നമ്മൾ ഇരുന്ന് ഡ്രീം ചെയ്യുക, ഞാൻ ആ ടെസ്റ്റ് എഴുതുന്നു, എനിക്കത് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ടഫായിരിക്കാം ആ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. ആ ഒരു പ്രോബ്ലം റിയൽ ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഫാന്റസിയിലേക്ക് പോകുന്നതാണ്. ഫാന്റസി ഡേ ഡ്രീമിംഗ് ഉള്ളത് ഉള്ള ഒരു വിത്ഡ്രോവൽ. ഇതിനെല്ലാം പുറമെ ബിസൈഡ്സ് ദീസ് ദെയർ ആർ അതർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം സച്ച് ആസ് dissolution. Dissolution is nothing but breakup, egocentrism, reaction formation and others. Reaction formation എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യത്തിന് പകരം വേറൊന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈഗോസെൻട്രിസം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ വെൽഫെയർ, നമ്മളുടെ സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ്, അതിനെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൺസേണും കൊടുക്കുന്നതാണ് ഈഗോസെൻട്രിസം. നമ്മളുടെ കാര്യങ്ങളെല്ലാം അതെല്ലാം നേരെ നടക്കണം, ശരിയായ രീതിയിൽ നടക്കണം, ആ രീതിയിൽ ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. നെക്സ്റ്റ് റിയാക്ഷൻ ഫോർമേഷൻ. ഞാൻ ഇതിന്റെ ലിങ്ക് എല്ലാം തരാം കേട്ടോ. പിന്നെ ഈ റിയാക്ഷൻ ഫോർമേഷന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു ടീനേജിലുള്ള ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. പക്ഷെ ആ ഇഷ്ടം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതിന് പകരം അവളെ ഇങ്ങനെ കളിയാക്കുന്നു. ചില കണ്ടിട്ടില്ലേ, റോഡ് സൈഡിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അതിനോട് ബിഹേവ് ചെയ്യുന്നു, അതിനെ കളിയാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. സബ് കോൺഷ്യസ് മൈൻഡിൽ ഹി ഈസ് അട്രാക്റ്റഡ് ടു ഹെർ, ബട്ട് കോൺഷ്യസ്ലി ചെയ്യുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. ഫാബ്രിക്കേറ്റ് ചെയ്യുക, വേറൊരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യും. ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വഴക്കിടുന്നു, അങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ ടീനേജേഴ്സിന്റെ ഇടയ്ക്ക്. അപ്പൊ അത് അല്ലാതെ അഡൽട്സിലും അത് കാണാം. പിന്നെ അതാണ് ഈ ഒരു റിയാക്ഷൻ ഫോർമേഷൻ. ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എല്ലാം തന്നെ കുട്ടികളിൽ മാത്രമല്ല ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, വലിയ ആൾക്കാരിലും വരുന്നു. ഇത് കുറച്ചുണ്ട്, അത് ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിലില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓൾമോസ്റ്റ് ഈ ഒരു 9th ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ 10 നിങ്ങൾക്ക് ടെൻഡൻസീസ് ഓഫ് മാൻ ആണെന്നാണ് എന്റെ ഓർമ്മ, അതിൽ ഓർമ്മയില്ല. അപ്പൊ അതും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. തെറാപ്പി സെഷനും ചെയ്യാം. ഓക്കെ എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. Thank you. മാം നമ്മുടെ മറ്റേ ഇതില്ലേ, നമ്മുടെ സാൻഡ് പേപ്പർ വെച്ച് ചെയ്തിട്ട് അത് നമുക്ക് സബ്മിറ്റ് ചെയ്യണ്ടല്ലോ, നമ്മൾ കയ്യിൽ വെച്ച് കംപ്ലീറ്റ് ആയി. മാം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ചാർട്ട് അതുപോലെ ഈ സാൻഡ് പേപ്പർ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ എടുക്കാൻ പറ്റുമോ മാം? അത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴാണോ? അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു LKG പഠിപ്പിക്കുന്നുള്ളത്. അപ്പൊ അവർക്ക് ആൽഫബറ്റ്സും നമ്പേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. കുട്ടികളെ കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഒരു വലിയ ഇൻട്രസ്റ്റ് അതിൽ കാണിക്കുന്നില്ലെങ്കിൽ നമുക്കത് അല്ലാതെ ചെയ്യാം. അവർ ടച്ച് ചെയ്യിക്കണം, നല്ലപോലെ അവരെ ടച്ച് ചെയ്യട്ടെ.
അതെ, ഞാൻ ജസ്റ്റ് അവർക്ക് കൊടുത്തപ്പോൾ അവർക്കത് വലിയ താല്പര്യമാണ്. അതിൽ ഇങ്ങനെ വിരൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ തരിതരിപ്പായതുകൊണ്ട് അതിലിങ്ങനെ കൈ വെക്കാൻ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് എഴുതാൻ സി ഒക്കെ ആണേലും ഒരാൾ എഴുതുമ്പോൾ അത് തിരിഞ്ഞു പോകുമായിരുന്നു, അല്ലെങ്കിൽ താഴേന്നാണ് സി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇതിൽ വെച്ചിട്ട് ടച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചപ്പോഴത്തേനും കുഞ്ഞ് ഓക്കെ ആയി. അതിനപ്പോൾ കറക്റ്റായിട്ട് സി ഒക്കെ എഴുതുന്നുണ്ട്. അപ്പം ഞാനത് മാമിനോടൊന്ന് ചോദിച്ച് അവർക്കത് ഹെൽപ്ഫുള്ളാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അതുപോലെ ചാർട്ടൊക്കെ എടുക്കുവാണെങ്കിൽ വലിയ താല്പര്യമാണ് കാണാനൊക്കെ. അപ്പം മാമിനോടൊന്ന് ചോദിച്ചിട്ട് എടുക്കാൻ. ഞാൻ ചോദിച്ചോട്ടെ, ഏത് സെൻസ് ആണ് അവിടെ? ടച്ച്. യെസ്, കിനസ്തെറ്റിക്സ് അല്ലേ? മാം, ഈ സാൻഡ് പേപ്പറിൽ നമ്മൾ ഒട്ടിക്കുന്നില്ല, അതിന് നമ്മൾ ഡയറക്ഷൻ ഓഫ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ആരോ മാർക്ക് സൈഡിൽ ജസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിനകത്ത് പെൻസിൽ കൊണ്ടെങ്ങാനും ലൈക്ക് എ ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തോട്ടാണ് വരുന്നത് ആരോ മാർക്ക്, നമ്മൾ അപ്പൊ പിള്ളേര് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ വരയ്ക്കുന്ന പോലെ അത് ചെയ്യണോ? അപ്പൊ ഈ താഴേന്ന് ചെയ്യുവോ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ പതുക്കെ അതിന്റെ കൈയ്യെടുത്ത് മുകളിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിപ്പോ ഇവിടെ പഠിച്ചു ചെയ്ത് കാണുന്ന നമ്പർ പ്ലേറ്റിൽ മുഴുവനും എഴുത്ത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാണിച്ചു, നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിലൂടെ നമ്മൾ അവരുടെ കൈ പിടിച്ചു വെക്കും, അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കരുത്. അങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ. അപ്പൊ പിന്നെ അവരങ്ങനെ ആക്കും, പതുക്കെ അവരങ്ങനെ ചെയ്തോളൂ. ഇപ്പൊ കുസ്റാണി പറഞ്ഞില്ലേ, ഒരു താഴേന്ന് ചെയ്തിരുന്ന ഒരു മുകളിൽ നിന്ന് ചെയ്യാൻ തുടങ്ങി. ടൈം ടേബിൾ ഇല്ലേ, പ്രിൻസിപ്പൽ ടൈം ടേബിൾ, അത് മാം ഡെമോ ഇടാന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ